നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ പൊതുപരീക്ഷയായിട്ടുള്ള 10ാം ക്ലാസ് SSLC പൊതുപരീക്ഷയുടെ റിസൾട്ട് വന്ന ഒരു സമയത്താണല്ലോ. ഏതാണ്ട് 99.5% കുട്ടികളും വിജയിച്ച ഒരു ഘട്ടത്തിലാണ്. അല്ലെങ്കിൽ ഏതാണ്ട് കുറച്ച് വർഷങ്ങളായിട്ട് ഈയൊരു വിജയ ശതമാനമാണ് നമുക്കുള്ളത്. 99-ന് മുകളിൽ വിജയ ശതമാനം എപ്പോഴും നമ്മളെ തേടിയെത്തുന്നുണ്ട്. അതായത് 0.5% കുട്ടികളാണ് കേരളത്തിൽ ആകെ പരാജയപ്പെട്ടു എന്ന് വേണമെങ്കിൽ, സാങ്കേതികമായി പരാജയപ്പെട്ടു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നത്. ഈ പരാജയപ്പെട്ട കുട്ടികളുടെ കൂടെ നിൽക്കണം എന്ന രീതിയിൽ പഴയ കാലഘട്ടത്തിൽ ഇങ്ങനെ ആയിരുന്നില്ല. കാലഘട്ടം ഇങ്ങനെ മാറി മാറി വരികയാണ്. ഇപ്പോൾ ചേർത്ത് പിടിക്കണം, ചേർത്ത് നിർത്തണം എന്ന രീതിയിൽ, അതായത് തോറ്റ കുട്ടികളെ അവരെ പോയി കണ്ട്, വീട്ടിൽ പോയി കണ്ട് സമാധാനിപ്പിക്കുന്നു. പഴയ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയല്ല, ഈ തോറ്റൂല്ലേ എന്ന് പറഞ്ഞ് കളിയാക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് കാലഘട്ടം വളരെ പെട്ടെന്ന് മാറിപ്പോയിട്ടുണ്ട്. ഇന്ന് ആ കുട്ടി തോറ്റത് ആ കുട്ടിയുടെ കുഴപ്പം കൊണ്ടല്ല, പലവിധ പരമായിട്ടുള്ള കാര്യങ്ങൾ ആ കുട്ടിയുടെ പരാജയത്തിന് പിന്നിലുണ്ടാവാം എന്നൊരു ധാരണയിലേക്ക് മനുഷ്യൻ വളർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അധ്യാപകരായാലും രക്ഷിതാക്കളായാലും സമൂഹമായാലും ആ കുട്ടിയെ കാണുന്നത് ചേർത്ത് പിടിക്കുന്ന, ആ കുട്ടിയെ കൂടി നമ്മുടെ സമൂഹത്തിന്റെ ഭാഗമായി ചേർത്ത് പിടിക്കണം എന്ന സമാധാനപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ആർക്കെങ്കിലും ആ കുട്ടി തോറ്റ കുട്ടിയല്ലേ എന്ന രീതിയിൽ ഏതെങ്കിലും കുട്ടിയെ പരിഹസിക്കാനോ മറ്റോ തോന്നുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഓർക്കുന്നത് നല്ലതാണ്. ആ കുട്ടി പരീക്ഷയിലാണ് തോറ്റിട്ടുള്ളത്. പക്ഷെ തോറ്റ കുട്ടിക്കും സ്വന്തമായൊരു അഭിമാനമുണ്ട്. അവന്റെ അഭിമാനത്തെ ചോദ്യം ചെയ്യരുത്.